ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം 1885 ബോംബെ. കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ താബ്ജി. കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വിദേശി അഥവാ യൂറോപ്യൻ ജോർജ് യൂൾ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ. 2 പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശി വില്യം വെഡർബേൺ 1889 1910. കോൺഗ്രസ് സ്ഥാപകനായ A.O. ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയത് വില്യം വെഡർബേൺ. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം 1889. 5ാം സമ്മേളനം ബോംബെ. കോൺഗ്രസിന്റെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. ആദ്യമായി ഒരു വനിത കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് 6ാം സമ്മേളനം 1890 കൽക്കട്ട. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു. കോൺഗ്രസിന്റെ പേരിനോടൊപ്പം നാഷണൽ എന്ന് കൂട്ടിച്ചേർത്തത് 7ാം സമ്മേളനത്തിൽ 1891 നാഗ്പൂർ. 2 പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ആദ്യ വ്യക്തി W.C. ബാനർജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരിക്കെ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട. 12ാം സമ്മേളനം 1896. ആലപിച്ചത് ടാഗോർ. കോൺഗ്രസ് പ്രസിഡന്റാവുന്ന രണ്ടാമത്തെ മുസ്ലിം റഹ്മത്തുള്ള സയാനി. കോൺഗ്രസ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ഔദ്യോഗികമായി അംഗീകരിച്ചത് 12ാം സമ്മേളനത്തിൽ. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ ചേറ്റൂർ ശങ്കരൻ നായർ. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനം ലക്നൗ സമ്മേളനം 1899. 20ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി NG ചന്ദ്രാവർക്കർ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം 1901. കോൺഗ്രസ് പ്രസിഡന്റായ 4ാമത്തെ വിദേശി ഹെൻറി കോട്ടൺ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനം ബനാറസ് സമ്മേളനം 1905. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം കൽക്കട്ട സമ്മേളനം 1906. ആദ്യമായി സ്വരാജ് ആവശ്യപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ദാദാഭായ് നവറോജി. കോൺഗ്രസ് പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ദാദാഭായ് നവറോജി. 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാഭായ് നവറോജി. 1886, 1893, 1906. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യ പിളർപ്പ് സൂററ്റ് പിളർപ്പ് 1907. ഒരു ഔദ്യോഗിക ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ആദ്യ സമ്മേളനം മദ്രാസ് സമ്മേളനം 1908. 2 പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി രാജ് ബിഹാരി ഘോഷ്. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം 1911. ആലപിച്ചത് സരളാദേവി ചൗധരാണി. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനം 1912. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ സമ്മേളനം ലക്നൗ സമ്മേളനം 1916. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബസന്റ്. 1917. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സമ്മേളനം കൽക്കട്ട സമ്മേളനം 1920. കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വന്ന സമ്മേളനം നാഗ്പൂർ സമ്മേളനം 1920. CR ദാസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ജയിലിലായിരുന്നതിനാൽ ഹക്കീം അജ്മൽ ഖാൻ ആക്ടിംഗ് പ്രസിഡന്റായ സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനം 1921. TK മാധവന്റെ പ്രേരണയിൽ ഐത്തോച്ചാടനത്തിനായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് കാക്കിനഡ സമ്മേളനം 1923. INC പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം ബെൽഗാം സമ്മേളനം 1924. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയും സരോജിനി നായിഡു. 1925. ഹിന്ദി കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കിയ സമ്മേളനം കാൺപൂർ സമ്മേളനം 1925. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കിയ സമ്മേളനം ഗുവാഹത്തി സമ്മേളനം 1926. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം ലാഹോർ സമ്മേളനം 1929.
ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു 1929 ഡിസംബർ 31. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയത് 1930 ജനുവരി 26. മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും ആദ്യമായി പ്രമേയം പാസാക്കിയ സമ്മേളനം കറാച്ചി സമ്മേളനം 1931. പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയും നെല്ലിസൺ ഗുപ്ത 1933. നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലൻ ഗ്രേ. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം ബോംബെ സമ്മേളനം 1934. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ബോംബെ സമ്മേളനം 1935. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ഹൈസ്പൂർ സമ്മേളനം 1936. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം ഹരിപുര സമ്മേളനം 1938. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഹരിപുര സമ്മേളനം 1938. ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ത്രിപുരി സമ്മേളനം 1939. കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് 1939. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായി പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി. അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം പ്രസിഡന്റായത് രാജേന്ദ്ര പ്രസാദ്. SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ത്രിപുരി സമ്മേളനം 1939. ക്വിറ്റ് ഇന്ത്യ സമരം, സിംല സമ്മേളനം തുടങ്ങിയ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് 1940 മുതൽ 46 വരെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ജയ്പൂർ സമ്മേളനം 1948. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ വച്ച് രൂപീകരിച്ച കമ്മിറ്റി JVP കമ്മിറ്റി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം നാസിക് സമ്മേളനം 1950. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആവടി സമ്മേളനം 1955. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റായിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ പ്രസിഡന്റ് രാജീവ് ഗാന്ധി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സീതാറാം കേസരി. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തി സോണിയാഗാന്ധി 1998 മുതൽ 2017 വരെ. കോൺഗ്രസ് രൂപീകരണത്തിന്റെ 125ാം വാർഷികത്തിൽ പ്രസിഡന്റായിരുന്നത് സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2017 ഡിസംബർ 16. 2023 കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചത് ശശി തരൂർ.